ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ എന്തെല്ലാമാണെന്നാണ്. ഓക്കെ, പല സമയത്തും നമ്മുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളുടെ മൊബൈൽ റീചാർജ് പ്ലാനും കാര്യങ്ങളും ഉണ്ടാകില്ല, റീചാർജ് ചെയ്യാറുണ്ടാകില്ല. അപ്പം ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഡാറ്റ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ദിവസേന നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മൊബൈലിന് ഡാമേജ് സംഭവിക്കും. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് ഡാമേജ് സംഭവിക്കുന്നത്, അപ്പോൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അത് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് മൊബൈൽ ഹോട്ട്സ്പോട്ടിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഹോട്ട്സ്പോട്ട് ധാരാളം പവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ ഇങ്ങനെ വേഗത്തിൽ ചൂടാകുകയും ചെയ്യും. അപ്പം ഈ ഒരു കാലക്രമേണ എന്ത് ചെയ്യും, ബാറ്ററിയുടെ ഹെൽത്ത് കണ്ടീഷൻസ് എന്ത് ചെയ്യും, ലോ ആകും. അതായത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ഇതുപോലെ ഹോട്ട്സ്പോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാറ്ററി ഇങ്ങനെ ഡ്രൈനായി ലാസ്റ്റ് ആ ഒരു ബാറ്ററി തന്നെ പോയിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ ചൂടാകുന്ന ഒരു ഓപ്ഷനാണ്. ഫോണ് നിങ്ങൾ ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യലോട് കൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ ബാറ്ററി നല്ല രീതിയിൽ തന്നെ ഹീറ്റാകും. അതുപോലെ തന്നെ നമ്മുടെ ഫോണും നല്ല രീതിയിൽ ഹീറ്റാവാൻ ചാൻസ് ഉണ്ട്. ഈ തുടർച്ചയായിട്ടുള്ള ഹോട്ട്സ്പോട്ട് ഉപയോഗം അതുപോലെ തന്നെ CPU നെറ്റ്വർക്ക് ഉപയോഗം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായി ചൂടാകുന്നത് ഫോണിൻ്റെ വേഗത കുറയ്ക്കുകയോ യാന്ത്രിക ഷട്ട് ഡൗണിന് കാരണമാകുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു ഡാമേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഉള്ള ഇൻ്റർനെറ്റ് സ്പീഡിൽ നിന്ന് നമുക്ക് അത് 50-50 ആയിരിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അതിൽ നിന്ന് നമുക്കും കുറച്ചായിരിക്കും, നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ആ ഒരു ഡാറ്റയും കുറച്ചായിരിക്കും. അങ്ങനെ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് അതായത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾക്കിടയിൽ വേഗത എന്ത് ചെയ്യുന്നുണ്ട്, വിഭജിക്കപ്പെടുന്നുണ്ട്. കാരണം നമ്മളുടെയും അവരുടെയും നെറ്റ് ലഭിക്കുന്നുണ്ടോ, ആ രണ്ട് മൊബൈലിലേക്കും നെറ്റ് ലഭിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ദുർബലമായിട്ടുള്ള മൊബൈൽ സിഗ്നലായിരിക്കും പിന്നീട് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മോശമായിട്ടുള്ള ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ സ്പീഡായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ ടൈം എടുക്കുന്നതായിരിക്കും. പെട്ടെന്നൊന്നും ഡൗൺലോഡായിട്ട് ലഭിക്കില്ല. അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മറ്റുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തിട്ടുള്ള മൊബൈലിൽ എന്തെങ്കിലും ആപ്പുകളോ വീഡിയോകളൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് അപ്ഡേറ്റ് ആകുന്ന ചില സാഹചര്യങ്ങളിലായിരിക്കും. അതായത് ചില ആപ്സും അതുപോലെ തന്നെ ചില വീഡിയോസുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് അത് ചിലപ്പം വൈഫൈയിലായിരിക്കും കണക്റ്റ് ആവുക. അപ്പോൾ നമ്മളിപ്പോൾ അവർ ഹോട്ട്സ്പോട്ട് എടുക്കൽ അവർ വൈഫൈ കണക്ട് ചെയ്തുകൊണ്ടാണ് നെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മൾ ഓട്ടോ അപ്ഡേറ്റഡ് ആപ്സും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളറിയാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡാറ്റ പാക്ക് വേഗത്തിൽ തന്നെ അവസാനിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷന് ഇടയ്ക്കിടെ കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ബാറ്ററി സെർവർ മോഡിൽ ഹോട്ട്സ്പോട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിസ്കണക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, മാത്രമല്ല നിങ്ങളെ ഉപകരണങ്ങൾ ചിലപ്പോൾ വീണ്ടും കണക്റ്റ് ചെയ്യുന്നതിൽ തന്നെ പരാജയപ്പെടും. അതായത് നിങ്ങൾ മറ്റുള്ളേതെങ്കിലും ഫോണിന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററി സെർവർ മോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്കാവില്ല. ഓക്കെ, ഇനി നമുക്ക് നെറ്റ്വർക്ക് പ്രകടനം കുറഞ്ഞു വരുന്ന ഒരു ഓപ്ഷനും കൂടിയും ഇതിലുണ്ട്. കാരണം ഇത് നമ്മളുടെ ഇൻ്റർനെറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ചില ഫോണുകൾക്ക് ഹോട്ട്സ്പോട്ട് പ്ലസ് കനത്ത ഫോൺ ഉപയോഗം ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം ചെറിയ വേലൻ്റെയൊക്കെ ഒരു 10,000-15,000 രൂപയുടെ അണ്ടറിൽ വരുന്ന മൊബൈൽസിനൊക്കെ ചിലപ്പോൾ ഹോട്ട്സ്പോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല ടൈറ്റായിട്ടുള്ള ഹെവി ആയിട്ടുള്ള നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആ ഒരു മൊബൈലിന് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല, ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് ഓൺ ആയിരിക്കുമ്പോൾ കോളുകളോ അതുപോലെ തന്നെ ഗെയിമുകളൊക്കെ എടുക്കാൻ സമയത്ത്
വൈകാൻ ചാൻസ് ഉണ്ട്. അത് കോള് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോള് വരാനൊക്കെ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണാനൊക്കെ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ടൈം എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റിയാണ്. ഓക്കെ, സുരക്ഷാ അപകട സാധ്യതകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദുർബലമായിട്ടുള്ള ഹോട്ട്സ്പോട്ട് പാസ്വേഡ് അജ്ഞാത ഉപഭോക്താക്കളെ കണക്ട് ചെയ്യാൻ അനുവദിച്ചേക്കാം. അതായത് നിങ്ങളുടെ ഹോട്ട്സ്പോട്ടിന് ഒരു പക്ഷേ ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സമീപത്ത് ഏതെങ്കിലും ഹാക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡാറ്റ അവർക്ക് ചോർത്തി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പരിമിതമായിട്ടുള്ള ശ്രേണിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഹോട്ട്സ്പോട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു വൈഫൈ റൂട്ടിനേക്കാൾ ദുർബലമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈഫൈ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡായിരിക്കും, നല്ല റേഞ്ചും ആയിരിക്കും. എന്നാൽ ഈ ഹോട്ട്സ്പോട്ട് മുഖേന എടുക്കുന്നത് അത്ര ആ ഒരു രീതിയിൽ ആ ഒരു പവർ നമുക്ക് ലഭിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും മതിലുകളും ദൂരവും വേഗതയും സ്ഥിരതയും കുറയ്ക്കുന്നുണ്ട് വൈഫൈനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, മറ്റുള്ള നമ്മുടെ അയൽപ്പക്കത്തുള്ള വീടുകളിലെ വൈഫൈ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും റേഞ്ച് നമുക്ക് ഹോട്ട്സ്പോട്ടിന് ലഭിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അനുയോജ്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് പഴയ ലാപ്ടോപ്പുകൾ, ഫോണുകൾ, പുതിയ ഹോട്ട്സ്പോട്ട് ബാൻഡുകൾ കണ്ടെത്തിയേക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 5G ഹെഡ്സിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതാണ് ഒന്നാമത്. 5G ഹെഡ്സിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതായത് മൊബൈൽ നെറ്റ്വർക്ക് നിയന്ത്രണങ്ങൾ ചില കാരിയറുകൾ കനത്ത ഹോട്ട്സ്പോട്ട് ഉപയോഗത്തിന് ശേഷം വേഗത കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ ചില പ്ലാനുകൾക്ക് ഹോട്ട്സ്പോട്ട് പരിധികളുണ്ട്. അതായത് നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പരിധിയൊക്കെ ഉണ്ടാകും. കാരണം പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നുറുങ്ങുകൾ വേഗതയ്ക്ക് 5G ഹെഡ്സിൽ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുമ്പോൾ ഫോൺ ചാർജ് ചെയ്യുന്നത് തുടരുക, ബാറ്ററി സെർവർ ഓഫ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ഇട്ടിരിക്കണം. അതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് എത്ര ഉപകരണം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 ഡിവൈസോ അല്ലെങ്കിൽ 2 ഡിവൈസോ എത്ര ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതുപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ ഒരു തണുത്ത സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഹോട്ട്സ്പോട്ട് കൊടുക്കുന്ന സമയത്ത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരുപാട് ആളുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5G ഹെഡ്സിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. 2.5 നിന്ന് 5G ഹെഡ്സിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഹോട്ട്സ്പോട്ടും കാര്യങ്ങളൊക്കെ കെയർ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ മൊബൈലിന് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കെയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ബാറ്ററിയൊക്കെ ഡാമേജ് ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ തുടർന്നും നല്ല ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.